ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ പ്രവർത്തന ലാഭം. ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ലാഭത്തെയാണ് പ്രവർത്തന ലാഭം അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിനാണല്ലോ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഒരു ബിസിനസ്സിന് പ്രവർത്തന ലാഭം ലഭ്യമാകുന്നത്? അതായത് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തന വരുമാനം അഥവാ ഓപ്പറേറ്റിംഗ് റവന്യൂ പ്രവർത്തന ചെലവിനേക്കാൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിലാണ് ആ ബിസിനസ്സിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭ്യമാകുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് റവന്യൂ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസമായിരിക്കുമല്ലോ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രവർത്തന ലാഭം കണക്കാക്കുമ്പോൾ തീർത്തും ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ഇൻകവും എക്സ്പെൻസും അതിൽ പരിഗണിക്കില്ല. പലിശയും നികുതിയും കൊടുക്കുന്നതിന് മുൻപുള്ള ലാഭമാണ് പ്രവർത്തന ലാഭം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നും പറയുന്നത്. EBIT, അതായത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ കൊടുക്കുന്നതിന് മുൻപുള്ള ഏണിങ്സ്, അതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അസാധാരണവും അപ്രതീക്ഷിതവുമായിട്ടുള്ള നഷ്ടങ്ങളും ഇതിൽ പരിഗണിക്കില്ല. ഇനി ഇങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈക്വൽസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇതാണ്. ഇപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് നെറ്റ് പ്രോഫിറ്റും കുറച്ച് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഒക്കെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പം നമ്മളോട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ചെറിയ മാർക്കിൻ്റെ ചോദിക്കാം. അപ്പം നമുക്ക് എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ആദ്യം നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് പ്രവർത്തനേതര ചെലവുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ബിസിനസ് പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളല്ല ഇത്. ബിസിനസിൻ്റെ പ്രവർത്തനേതര ചെലവുകളാണ്. ബിസിനസ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളല്ല ഇത്. അതല്ലാതെയുള്ള ചില ചെലവുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബിസിനസ്സിന് ലോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ലോണിന് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ആ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്, അതുപോലെ തന്നെ ക്യാപിറ്റലിന് മൂലധനത്തിന് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം ടാക്സ് പെയ്ഡ്, അതുപോലെ മറ്റ് അബ്നോർമൽ ലോസസുകളായ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. നമുക്കൊരു ഫർണിച്ചർ ഉണ്ടായിരുന്നു, അത് വിറ്റപ്പം നഷ്ടമാണ് സംഭവിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന പ്രവൃത്തിയല്ല. അത് നമ്മൾ ബിസിനസ്സിൽ നിന്ന് മാറി ബിസിനസ് ഇതര ഒരു പ്രവർത്തനമാണ്. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ ഗുഡ്സ് സെയിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു അസറ്റ് നമ്മൾ വിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അതുപോലെ തന്നെ ലോസ് ബൈ ഫയർ, തീപിടുത്തം മൂലം കുറച്ച് നാശം സംഭവിക്കുന്നു. അതൊക്കെ എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് നേരിട്ട് വരുന്ന ലോസുകളല്ല, അബ്നോർമലായിട്ടുള്ള ലോസുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളും ലോസസുകളുമാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന ഹെഡിൽ വരുന്നത്. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനേതര ചെലവുകൾ. ഇനി അതുപോലെ തന്നെ ഇത് ഇൻകവും വരാം. അതായത് പ്രവർത്തനേതര വരുമാനം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഇൻകം അല്ല, അതല്ലാതെയുള്ള നോർമൽ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതല്ലാതെയുള്ള ഇൻകംസ്. ഇതിനാണ് പ്രവർത്തനേതര വരുമാനം എന്ന് പറയുന്നത്. അതായത് ഇൻകംസ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. അതേതൊക്കെയാണ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. ഇപ്പം മുമ്പേ അസറ്റ് വിറ്റപ്പോൾ ലോസ് വന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാം. അപ്പോൾ ആ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്
ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്നത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്, അതുപോലെ ഇത്തരത്തിലുള്ള മറ്റ് അൺയൂഷ്വൽ ഇൻകംസ്, സാധാരണ നമ്മുടെ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നല്ലാതെ കിട്ടുന്ന ഇത്തരം ഇൻകംസ് ആണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്ത് അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഡിഡക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പേജ് നമ്പർ 382 ഇല്ലസ്ട്രേഷൻ 7 നോക്കുക. ഫോളോയിങ് ബാലൻസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് എ ട്രേഡർ, അസർട്ടൈൻ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കണ്ടുപിടിക്കണം, നെറ്റ് പ്രോഫിറ്റും കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. നോക്കുക, ഓരോ ഐറ്റവും വായിച്ച് ഏത് അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സെയിൽസ് അറിയാം, ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യണം. പർച്ചേസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്യണം. റെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. മിസ്ലേനിയസ് എക്സ്പെൻസും അത് തന്നെ. ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, കമ്മീഷൻ പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്. അപ്പോൾ ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇതെല്ലാം എന്ത് ചെയ്യേണ്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അടുത്തത് വേജസ് അറിയാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. കണ്ടില്ലേ? പിന്നെ അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റതിൻ്റെ ലാഭം നോക്കിക്കേ. അതെന്ന് പറയുന്നത് ഒരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് ബിസിനസ് പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ നോർമൽ ബിസിനസ് പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന അല്ലല്ലോ, അത് അല്ലാതെയുള്ള ഒരു ഇൻകമാണ്. അപ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അതവിടെ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻകം ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ട്, നമുക്കറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടോ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നതാണ്. അത് നോട്ട് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അടുത്തത് ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. പഴയൊരു ഫർണിച്ചർ വിറ്റപ്പോൾ അതിൽ നഷ്ടം, അതെന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണ് അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. എക്സ്പെൻസസും ലോസസും എല്ലാം ഡെബിറ്റ് അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണിത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ ആദ്യമേ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എഴുതേണ്ട ഐറ്റംസ് എഴുതുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ലെസ് റിട്ടേൺസ്, വേജസ്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ടോട്ടൽ ചെയ്യുന്നു, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു 39,800. ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിട്ടിരിക്കുന്നു 39,800. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. കണ്ടോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലും മുമ്പേ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എപ്പോഴാണ് ബിസിനസ് കിട്ടുന്നത്? അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനേക്കാൾ കൂടി നിൽക്കുമ്പോഴാണല്ലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? അപ്പം ബിസിനസ്സിൻ്റെ ഇനി നമുക്ക് എഴുതേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഓപ്പറേറ്റിംഗ് ഇൻകംസും ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഉണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഉണ്ട്. അപ്പം നമ്മളിവിടെ കണ്ടതാണ് അല്ലേ? ഇപ്പം ഇവിടെ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ട ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം, അതായത് ഈ 3 കാര്യങ്ങൾ ഒഴികെ, ഇവയൊഴികെ ബാക്കിയെല്ലാം, ഈ 3 ഐറ്റംസ് ഒഴികെ ബാക്കിയെല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലും ഇൻകത്തിലും വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക. അതിൽ വരുന്നതാണ് റെന്റ്, സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ്, സാലറീസ്, മിസ്ലേനിയസ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, കമ്മീഷൻ പെയ്ഡ്, ഓഫീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ. നോക്കിക്കേ, ഇതെല്ലാം ബിസിനസ്സിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന ഹെഡിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു.
ഇനി ഈ ഒരു ചോദ്യത്തിൽ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ എഴുതുന്നില്ല, ഗ്രോസ് പ്രോഫിറ്റ് മാത്രം ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമല്ലോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ് ഈ എക്സ്പെൻസിനേക്കാൾ കൂടി നിൽക്കുന്നതെങ്കിലാണ് പ്രോഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ വരുന്നത്, അതായത് 39,800 വരും. അത് തന്നെ ഇങ്ങോട്ടും എഴുതി അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻസുകൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്തപ്പോൾ ബാക്കി വരുന്ന 31,200 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ബിസിനസ്സിൻ്റെ പ്രവർത്തന ലാഭം എന്നാണ് അതിന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഓപ്പറേറ്റിംഗ് ഇൻകംസും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പം നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതും കൂടി കൺസിഡർ ചെയ്യണം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അതും കൂടി ചാർജ് ചെയ്ത ശേഷമുള്ള പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏതാനും എക്സ്പെൻസുകളും ഇൻകംസും ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നോക്കിയാൽ അതൊരു ഇൻകം ആണ് അല്ലേ? പ്രോഫിറ്റ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. പ്രോഫിറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടിയതാണ് അല്ലേ? അത് നമുക്കൊരു ഗെയിനാണ്. അതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഇൻകം അല്ലെങ്കിൽ ഗെയിനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ നിക്ഷേപത്തിന് ഡിവിഡൻഡ് കിട്ടുന്നു. അതെന്ന് പറയുന്നതും ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ഇൻകം അല്ലെങ്കിൽ ഗെയിനാണ്. ആ 2,500 നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ലോസ് പറയുന്നുണ്ട് ഇവിടെ. ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു 300 വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഏത് സൈഡിൽ എഴുതണം? എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ടുള്ള അതും കൂടി നമ്മളിവിടെ ചാർജ് ചെയ്യുന്നു. അത്രയും കൂടി എഴുതിയ ശേഷം നമ്മൾ ടോട്ടൽ ചെയ്ത് ബാക്കി ബാലൻസ് കണ്ടുപിടിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുന്ന അതിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണുന്നതിന് മുൻപ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഓപ്പറേറ്റിംഗ് ഇൻകംസും മാത്രം ചാർജ് ചെയ്ത ശേഷം കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. വീണ്ടും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലോസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഗെയിൻസും കൂടി ചാർജ് ചെയ്ത ശേഷം കിട്ടുന്ന റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ₹2,000 ആൻഡ് ടാക്സ് ചാർജ്ഡ് ₹3,000 ഈസ് ₹40,000. ഇവിടെ എന്താ പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഒരു സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 40,000 ആണ്. ആ 40,000 എന്ന് പറയുന്നത് 2,000 രൂപ ഇൻട്രസ്റ്റും ചാർജ് ചെയ്തിട്ടുണ്ട്, 3,000 രൂപ ടാക്സും ചാർജ് ചെയ്തു. അതൊക്കെ ചാർജ് ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം കുറച്ച ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ 40,000 എന്ന്. അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അന്നേരം നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ചാർജ് ചെയ്ത ശേഷമാണല്ലോ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറീസ് ടേക്കൺ ആസ് ഇൻകം ഈസ് ₹6,000. അപ്പോൾ ആ കൂടെ ഒരു മെഷീനറി വിറ്റ ഇനത്തിൽ പ്രോഫിറ്റ് കിട്ടിയ ഒരു 6,000 രൂപ ഇൻകം ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ ഇൻട്രസ്റ്റും ടാക്സ് ചാർജ് ചെയ്തതുമൊക്കെ ഡിഡക്റ്റായി പോയി. നമുക്ക് കാണേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് തിരിച്ച് നമ്മളത് ആഡ് ചെയ്യണം. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഇനത്തിൽ ചാർജ് ചെയ്തിട്ടുള്ള 2,000ഉം ടാക്സ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുള്ള 3,000ഉം ആഡ് ചെയ്യുന്നു. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു?
പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആയിട്ട് 6,000 അവിടെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഡക്റ്റും ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 39,000 ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്തെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ് ഈ ഇൻട്രസ്റ്റ് ചാർജും ടാക്സ് ചാർജും. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആണ്. അപ്പോൾ ഈ ഫിഗേഴ്സ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.